തിരക്കേറിയ ഒരു ജർമ്മൻ തെരുവാണേ. കോട്ടണിഞ്ഞ ഒരാൾ ഒരു കുതിരയുടെ മുന്നിലെ ബോർഡിൽ കുറെ സംഖ്യകൾ എഴുതി. എന്നിട്ട് ചോദ്യം തുടങ്ങി. ബോർഡിലെ സംഖ്യകളുടെ തുകയും ക്ലോക്കിലെ സമയവും കാണികളുടെ എണ്ണവും കുതിര കൃത്യമായിട്ട് പറഞ്ഞു. മുന്നിലുള്ള പലക കഷ്ണത്തിൽ കുളമ്പ് കൊണ്ട് തട്ടിയാണ് ഓരോ ചോദ്യത്തിനും കുതിര ഉത്തരം നൽകിയത്. കാണികൾ നിർത്താതെ കൈയടിച്ചു. കുതിരയുടെ പേര് ഹാൻസ്. കോട്ടണിഞ്ഞയാൾ വിലേം വോൺ ഓസ്റ്റൻ. 1904 ബെർലിനിലാണ് ഈ പ്രകടനം നടന്നത്. ഗണിതശാസ്ത്ര അധ്യാപകനും കുതിര പരിശീലകനുമായ വിൽഹം മൃഗങ്ങൾക്കും ബുദ്ധിയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. അത് തെളിയിക്കുന്നതിനായി കരടി, പൂച്ച, കുതിര എന്നിവയ്ക്ക് പരിശീലനം തുടങ്ങി. പൂച്ചയും കരടിയും വിൽഹേമിന്റെ നിർദ്ദേശങ്ങളൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. കുതിരയാവട്ടെ ഇയാൾ പറയണതിനോടെല്ലാം പ്രതികരിച്ചു. മുന്നിലുള്ള പലകയിൽ കുളമ്പ് കൊണ്ട് തട്ടി ജർമ്മൻ വായിക്കാനും ഗണിതക്രിയകളുടെ ഉത്തരം പറയാനും കലണ്ടറിലെ ഏത് ദിവസവും പറയാനും ദിവസങ്ങൾക്കുള്ളിൽ കുതിര പഠിച്ചു. ഒരു തട്ട് എ, 2 തട്ട് ബി എന്നിങ്ങനെയായിരുന്നു ജർമ്മൻ വായന. വില്യം ഫ്രീ ആയി ജർമ്മനിയിലാകെ പ്രദർശനം വെച്ചു. കാണികൾ ഒഴുകിയെത്തി. ഹാൻസ് ക്ലെവർ ഹാൻസ് എന്നറിയപ്പെട്ടു തുടങ്ങി. 1904 പ്രകടനം ന്യൂയോർക്ക് ടൈംസിലെ വലിയ വാർത്തയായി. അതോടെ ജർമ്മൻ വിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ പഠന റിപ്പോർട്ട് തയ്യാറാക്കാൻ 13 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു.